നോക്കലും ഇപ്പൊ നിങ്ങളുടെ തോണ്ടലും ഒക്കെ സഹിച്ച് പോക്കറ്റിലും ഫേസിലും താമസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോൺ. രണ്ട് ലവേഴ്സ് തമ്മിലുള്ള കോള. എന്തൊക്കെ പണിയാ ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ? ടോർച്ചിന്റെ ജോലി, ക്യാമറന്റെ ജോലി, വാച്ച്, മാപ്പ്, കലണ്ടർ ഇവരൊക്കെ എടുക്കേണ്ട ജോലിയാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ജോലി ടോർച്ചാ. കാരണം ഈ വീട്ടിലൊക്കെ കറങ്ങു പോകുമ്പോഴേ ഇവന്മാരുടെ കക്കൂസിൽ ഞാൻ കൂട്ടുപോകേണ്ടി വരും. ഇനി എന്നാണോ എന്തോ ഇവന്മാരെന്നെ കൊണ്ട് വീട്ടു ജോലിയും കൂടെ എടുപ്പിക്കുന്നത്. ചില ദുഷ്ടന്മാരുണ്ട്, എനിക്ക് 1% എന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ചാവാറാകുമ്പോ എന്റെ ചന്തിക്ക് ഒറ്റ കുത്തുത്തും. പൈസ കടം കൊടുത്താളും പൈസ മേടിച്ചാളും തമ്മിലുള്ള സംസാരമാ. ഇനി എന്തൊക്കെ ഞാൻ കേൾക്കണം. പിന്നെ ഞാൻ ചെയ്യുന്നത് ക്യാമറന്റെ ജോലിയാ. സാധാ ക്യാമറയുടെ മുമ്പിലാണെങ്കിൽ എല്ലാരും ഇങ്ങനെ ഇരിക്കും. ഇനി എന്റെ ക്യാമറയുടെ മുമ്പിലാണെങ്കിലും എല്ലാരും ഇങ്ങനെ ഇരിക്കും. ഇനി കാണാൻ പറ്റാത്ത സ്ഥലത്ത് വല്ല കുരിപ്പും വന്നാലോ എന്നെ വെച്ച് തന്നെ ഫോട്ടോ എടുക്കും. ചൈനക്കാരുടെ ഡാൻസ് പോലെ. എന്നിട്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് നെറ്റിന്റെ ജോലിയാ. തുടക്കം മുതലേ എനിക്ക് പല പല സ്പീഡായിരുന്നു. ഞാൻ 3G ആയിരുന്ന സമയത്ത് നമ്മളുടെ തൃശ്ശൂരാരുടെ സംസാരം പോലെ ഇത്തിരി സ്ലോ ആയിരുന്നു. ജോസഫേ നിനക്ക് എന്തുകൊണ്ട് ഇത്ര ചാടാ? പിന്നെ ഞാൻ 4G ആയി. അപ്പൊ നമ്മുടെ കൊച്ചിക്കാരുടെ സംസാരം പോലെ ഇത്തിരി സ്പീഡായി. നിങ്ങളും ഉമ്മ എന്നൊക്കെ പറയുന്നത് നിങ്ങാണ്, അല്ലാതെ ഞങ്ങല്ല, ഞങ്ങ പോണേണ്. പിന്നെ ഞാൻ 5G ആയി. അപ്പൊ നമ്മളെ തിരുവനന്തപുരംകാരുടെ സംസാരം പോലെ നല്ല സ്പീഡായി. ഇതിരണേ കൂടുതൽ തുപ്പലടച്ച് പെട്ടെന്ന് കുട്ടിയായിരുന്നു കേട്ടാ. എന്തിനാണ് തൊപ്പിയിട്ടോണ്ട് നിക്കണത്? ആപ്പിലായിരുന്നു പണ്ടുള്ളവര് പറയുന്ന കേട്ടിട്ടുണ്ട്. എന്നാൽ സത്യം പറഞ്ഞ ഇപ്പോഴാണ് ആളുകൾ ആപ്പിലായത്. ഫേസ് ആപ്പ്, വാട്സാപ്പ്, ജോഷ് ആപ്പ്, മോജാപ്പ്, ബസ്സിനാപ്പ്, ബാങ്കിനാപ്പ്, ഡ്രസ്സിനാപ്പ്, ആഹാരത്തിനാപ്പ്. പിന്നെ ഇതെല്ലാം മൂടി വെക്കാം വേറൊരു ആപ്പ്. പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും കൂടെ ഒരു ആപ്പ് ഇറങ്ങിയാൽ സെറ്റ്. പിന്നെ ഇതിന്റെ എല്ലാം കുത്തുകൊള്ളാൻ ഞാനും. ഈ ആപ്പിനൊക്കെ ഒരു കുഴപ്പമുണ്ട്. കാലവും സമയം നോക്കാതെ ഈ ആപ്പിൽ ഓരോ പരസ്യം കയറിയിരുന്നത്. രാവിലെ കുളിച്ച് കുറേയും തൊട്ട് ബത്തികാനം കേൾക്കാൻ യൂട്യൂബ് തുറന്നു നോക്കുമ്പോ വരുന്നത് സ്നഗ്ഗിയുടെ പരസ്യം. റമ്മി കളിച്ച് കടം കയറി ആളുകൾ മരിച്ച വാർത്ത കേട്ടോണ്ടിരിക്കുമ്പോ വരുന്നത് റമ്മീന്റെ പരസ്യം. ഇവന്മാരുള്ള ആപ്പും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് ഞാൻ അവസാനം ഹാങ് ആവും. ഇങ്ങോട്ടടിക്കുമ്പോ അങ്ങോട്ട് പോവും, അങ്ങോട്ടടിക്കുമ്പോ ഇങ്ങോട്ട് പോവും. ഒരു ദിവസം ഒരു കൂട്ടുകാരന്റെ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ട് അവന്റെ ഫോട്ടോ ഇട്ട് വിഷ് ചെയ്യാൻ നോക്കിയതാ. ആ സമയത്ത് ഞാൻ ഹാങ് ആയിട്ട് നേരത്തെ എടുത്ത കുരിപ്പിന്റെ ഫോട്ടോ ഇല്ലേ, അതാ വീണത്. അതാണെങ്കിൽ അവൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത്. അതിന്റെ അടിയിൽ ഒരുത്തൻ കമന്റ് ഇട്ടേക്കുവാ, ആദ്യമായിട്ടാ ഒരാളുടെ നാളിന്റെ ഫോട്ടോ വെച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന കണ്ടേന്ന്. ഇനി ഒരു കോമഡിയും കൂടെ ഉണ്ട്. ഇതാ നിങ്ങളുടെ കുഴപ്പം. ചാർജ് തീരാറായാലും കുത്തിയിടത്തില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇനിയെങ്കിലും എന്നെ ഒന്ന് കുത്തിയിടണ്ടേ മഞ്ജു ആൻറ്റി.